ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി സച്ചിക്ക് പൂരി മസാല ഉണ്ടാക്കി വായിൽ വെച്ച് തീറ്റിച്ചു കൊടുക്കണേ. ആ സമയത്ത് അതിൻ്റെ സ്വാദ് കൊണ്ട് സച്ചി ഇങ്ങനെ രേവതിയെ പുകഴ്ത്തി പറയുന്നുണ്ട്, എൻ്റെ രേവതി, പൂരി മസാല ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിന്നെ വെല്ലാൻ മറ്റാരും ഉണ്ടാവില്ല എന്നൊക്കെ. അപ്പോൾ നമ്മുടെ രേവതി പറയും, ഒരു പൂരിയും കൂടെ എടുത്തിട്ട് വരട്ടെ എന്ന്. അയ്യോ രേവതി, വേണ്ട, എനിക്ക് ഓട്ടത്തിന് പോകാനുള്ള നേരമായി, വയറ് നിറഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങ് വാഷ്റൂമിൽ പോയി കൈയൊക്കെ കഴുകി ഫോൺ എടുക്കാൻ നോക്കുമ്പോൾ ഫോണ് കാണുന്നുണ്ടാവില്ല. വെറും ചാർജർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് നമ്മുടെ ശ്രുതിയുടെ കയ്യിലാണ്. ശ്രുതി ആണെങ്കിൽ അത് സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്ത് വെച്ചായിരിക്കാം. അപ്പോഴേക്കും നമ്മുടെ സച്ചി ആണെങ്കിൽ, രേവതിയെ, എൻ്റെ ഫോൺ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോഴേക്കും രേവതി വന്നിട്ട്, എൻ്റെ സച്ചിയേട്ട അവിടെയൊക്കെ ഒന്നുകൂടെ നോക്കുന്നു പറയും. ഇല്ല രേവതി, ഇവിടെ ഒന്നും കാണുന്നില്ല എന്ന് പറയുമ്പോൾ, ഇങ്ങനെ തന്നെയാ കുടിക്കുന്നവർ, കുറച്ച് കഴിയുമ്പോഴേ അവരുടെ ഓർമ്മശക്തി കുറഞ്ഞു വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ആയിരിക്കില്ല വെച്ചത്, ഹാളിലാവും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അവിടെ തിരയാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി തിരയുന്ന നേരത്ത് നമ്മുടെ രവി ആയിരിക്കും അവിടെ ഉണ്ടാവുക കേട്ടോ. രവി ആണെങ്കിൽ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ മോളെ, കുറേ നേരമായില്ല തപ്പുന്നതെന്ന് ചോദിക്കുന്ന നേരത്ത് നമ്മുടെ രേവതി പറയും, സച്ചിയേട്ടൻ്റെ ഫോൺ കാണുന്നില്ല അച്ഛാന്ന്. അവൻ ഇന്നലെ കുടിച്ചിട്ടാണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല അച്ഛാ എന്ന് പറയുമ്പോൾ രവി കൂടി അത് തപ്പാൻ വേണ്ടിയിട്ട് സഹായിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ റൂമിലിരിക്കുന്ന സച്ചിയുടെ അടുത്തേക്ക് ശ്രുതിയെയും തെരഞ്ഞു വരുന്നുണ്ട്. ശ്രുതിയുടെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ പറയുന്നുണ്ടോ, എൻ്റെ ഈശ്വരാ, ശ്രുതി ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വരുന്ന ആവോ. അങ്ങനെ ശ്രുതി വരുന്നു. സച്ചിയെ കണ്ടതും ശ്രുതി അങ്ങ് പോവാണ്. എടാ നിക്കടാ അവിടെ, നീ എൻ്റെ ഫോൺ എടുത്തോന്ന് ചോദിക്കുമ്പോൾ, അയ്യേ, നിന്റെ ആ ലോക്കൽ ഫോണൊക്കെ ആരാ ഉപയോഗിക്കുക? എന്നെക്കാൾ ഒരു 20 ഇരട്ടി വിലയുള്ള ഫോണാണ് ഞാൻ എടുക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു ബിസിനസ് അല്ലടാ. നിന്റെയൊക്കെ ഫോൺ തൊടണമെങ്കിലേ ഞാനിങ്ങനെ കൈ കഴുകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോഴും നമ്മുടെ സച്ചി ദേഷ്യത്തോടെ കട്ടിലിൽ വന്ന് ഇരുന്ന് ആലോചിക്കാണ്. രേവതി, എൻ്റെ ഫോൺ കിട്ടിയോടി എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സച്ചിയേട്ടാ, നോക്കുക എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ സച്ചി കൂടെ ആ ഹാളിലേക്ക് പോവാണ് കേട്ടോ. ആ ഗ്യാപ്പിൽ നമ്മുടെ ശ്രുതി ആണെങ്കിൽ വേഗം തന്നെ കട്ടിലിൻ്റെ ചോട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും ആ ഫോണ് കട്ടിലിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് വേഗം അവിടുന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഹാളിലെത്തുന്ന സച്ചി പറയും, ഇതാരോ മോഷ്ടിക്കാനാണ് സാധ്യത എന്ന്. അത് കേൾക്കുന്ന രവി പറയും, നിന്റെ ആ ഉണക്ക ഫോൺ വേണമല്ലോ ആർക്കെങ്കിലും മോഷ്ടിക്കാനെന്ന്. ഇവിടെ തന്നെ ഒരു കള്ള ഉണ്ടാവുമ്പോൾ എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് ശ്രുതി വരികയാണ്. ഞാൻ കട്ടെന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നീ കട്ടതായിട്ടാണ് തോന്നുന്നത് എന്ന് പറയട്ടോ സച്ചി. എടാ, ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല എന്ന്. എൻ്റെ സ്റ്റാഫുകൾ പോലും ഉപയോഗിക്കുന്ന ഫോണ് നിന്റെ അത്ര പൊട്ട ഫോണല്ലടാ എന്നൊക്കെ പറയുമ്പോഴേക്കും അപ്പുറത്ത് കൂടെ ചുറ്റിക്കറങ്ങി നമ്മുടെ ശ്രുതി അങ്ങ് എത്തുകയാണ്. ശ്രുതി കണ്ടത് ശ്രുതി പറയും, ശ്രുതി, നീ എവിടെയായിരുന്നു? നിന്നെ എത്ര നേരമായിട്ട് ഞാൻ അന്വേഷിക്കുവാന്ന്. ഞാനേ ടെറസിൽ തുണി ഇടാൻ പോയതാ, ഞാൻ അവിടെ വന്നിരുന്നല്ലോ, എന്നിട്ട് നിന്നെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഞാനേ കുറച്ച് സമയം മീരയോട് സംസാരിച്ചിരുന്നു, പിന്നെ വീടിൻ്റെ ബാക്കിലൂടെയുള്ള കോണിയിലൂടെയാണ് ഞാൻ മുകളിലേക്ക് പോയതെന്ന് പറയും. ഓ, അതായിരിക്കും ഞാൻ കാണാത്തതെന്ന് പറയട്ടെ ശ്രുതി. അങ്ങനെ ശ്രുതിയാണെങ്കിൽ വേഗം റൂമിലേക്ക് പോവാണേ. അതിന് പിന്നാലെ ശ്രുതിയും പോകുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മുടെ രേവതി റൂമിലേക്ക് വരുന്നു. അങ്ങനെ ഫോൺ കിട്ടുകയാണ് കേട്ടോ. എൻ്റെ രേവതി, ഞാനൊന്നല്ല അവിടെ വെച്ചതെന്ന് പറയുമ്പോൾ, ആ അതെ, സച്ചേട്ടൻ ഇപ്പോൾ ശ്രദ്ധയ്ക്ക് കുറച്ച് കുറവുണ്ട്, അതെങ്ങനെയാ വയസ്സായി വരികയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചിക്കാകെ ടെൻഷനാട്ടോ. എന്നിട്ട് രേവതി അങ്ങ് പോകുന്ന സമയത്ത് നേരെ കണ്ണാടിയിൽ പോയി നോക്കുന്നുണ്ട്. രേവതി പറഞ്ഞ പോലെ എനിക്ക് വയസ്സായോ, മുടിയൊക്കെ നിറച്ചോന്ന് ചോദിച്ചു മുടിയിലൊക്കെ നോക്കണേ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെ പ്രിയ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വിളിക്കുന്നുണ്ട്. അവിടെ എത്തി പ്രിയയെ കാണുമ്പോൾ പ്രിയ പറയുന്നുണ്ട്, അവരുടെ ഹോട്ടലിലേക്ക് കുറച്ച് കപ്സ് പ്ലേറ്റ്സ് നമുക്ക് നോക്കിയാലോ എന്ന്. അപ്പം നമ്മുടെ ശ്രീകാന്ത് പറയും, ഫുഡ് നന്നായ പോരെ, എന്തിനാ കപ്പും പ്ലേറ്റൊക്കെ, ഞങ്ങളുടെ ഹോട്ടലിൽ വരുമ്പോഴേ എല്ലാം നല്ല അട്രാക്ഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ സ്റ്റാഫ് കൊണ്ടുപോയി കാണിക്കാണ് കേട്ടോ പ്ലേറ്റും കപ്പൊക്കെ. അങ്ങനെ അവിടെ നിന്ന് പ്രിയ കാണിക്കുന്നത് ശ്രീകാന്തിനും പറ്റുന്നില്ല, ശ്രീകാന്ത് കാണിക്കുന്നത് പ്രിയയ്ക്കും പറ്റുന്നില്ല. അവസാനം ഇങ്ങനെ പറ്റി വരുന്ന സമയത്ത് നമ്മുടെ വർഷയുടെ അമ്മ ഒരു കുക്കറിന് വേണ്ടി ആ സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ കുക്കർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോകുന്ന സമയം നമ്മുടെ ശ്രീകാന്തിനെ പോലെ സംസാരിക്കുന്ന ഓരോ ശബ്ദം കേൾക്കുക. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് തന്നെയാണ്. ശ്രീകാന്തും പ്രിയ ആണെങ്കിൽ ഭയങ്കര അടുത്താണ് ഇടപഴകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിയും തല്ലിയും ഒക്കെയാണ്. ഇതൊക്കെ കാണുന്ന മഹിമയ്ക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് വെക്കൂല. എന്താണ് ഇവൻ കാണിക്കുന്നത്, ഈ പെണ്ണ് ഏതാ, തൊട്ടും തലോടിയൊക്കെ ആണല്ലോ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ശ്രീകാന്ത് ഈ മഹിമയെ കാണുകയും, ആ ആൻറ്റി എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, എന്താ ഞാൻ ഇങ്ങോട്ട് വന്നത്, നിനക്ക് ബുദ്ധിമുട്ടായെന്ന് ചോദിക്കാട്ടോ. അപ്പം നമ്മുടെ ശ്രീകാന്ത് പറയും, ഞാൻ ഇവിടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്, പിന്നെ ഞാൻ ആൻറ്റിയെ ഇവിടെ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ആൻറ്റിയെ തന്നെ ഓർത്തില്ല പിന്നെ അല്ലേ എന്ന് ചോദിക്കാണ്.
അപ്പോൾ എന്താ ഇവിടെ ശ്രീകാന്ത് ഇവിടെ എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ അവിടുത്തെ ഹോട്ടലിന് കുറച്ച് കപ്പും പ്ലേറ്റും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നാന്ന് പറയും. അപ്പോഴേക്കും അവിടേക്ക് പ്രിയ വരുന്നു. അപ്പോൾ ഓണറാണെന്ന് പറഞ്ഞിട്ടാണ് ശ്രീകാന്ത് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് ആൻറ്റിയെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ പ്രിയ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് ഹായ് എന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കാതെ തന്നെ മഹിമ പറയാണ് കേട്ടോ. ഇറ്റ്സ് ഓക്കെ. എന്നിട്ട് മഹിമയോട് പറയുന്നുണ്ട്, ആൻറ്റി ശ്രീകാന്തിനെ നിങ്ങളുടെ മരുമകനായി കിട്ടിയത് എന്തൊരു ഭാഗ്യം നോക്കിയേ എന്ന് പറയുന്ന സമയത്ത് ശ്രീകാന്ത് പറയും, ആൻറ്റി പ്രിയ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് പൊക്കി പറയും. പ്രിയ എന്നെക്കാളും ടാലൻ്റാണ്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ വലിയ ഹോട്ടലുകൾ പണിയാനാണ് പ്ലാൻ. കുറച്ച് കഴിയുമ്പോഴേക്കും അതൊക്കെ നടന്നേക്കും എന്ന് അപ്പോൾ തന്നെ പ്രിയ പറയുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ശ്രീകാന്ത് ഇല്ലല്ലോ. ശ്രീകാന്ത് ഒറ്റ ഒരാളല്ലേ ഉള്ളൂ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ചിറകൊക്കെ വെച്ച് എല്ലായിടത്തും പറന്ന് നടക്കാന്നൊക്കെ പറയും. അപ്പോൾ അതൊന്നും നമ്മുടെ മഹിമയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല. അപ്പോഴേക്കും പ്രിയ പറയും, അതെ ശ്രീകാന്തേ സമയം എടുക്കണ്ട, നമുക്ക് കപ്പ് ഒന്ന് സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ശ്രീകാന്തിനെയും കൂട്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മഹിമയ്ക്കാണെങ്കിൽ കലി ഇളകിയിട്ട് നേരെ വർഷയെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് പറയുന്നില്ല, പക്ഷെ എനിക്കൊന്ന് കാണണം എന്നേ പറയുന്നുള്ളൂ.